ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 16-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചും അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പതിവ് പോലെ റേഷൻ വിതരണത്തെക്കുറിച്ച് പറയാം. ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു റേഷൻ വിതരണം ആരംഭിച്ചത്. ഇപ്പോൾ പകുതി ദിവസം കഴിഞ്ഞു. കുറച്ച് ദിവസം വൈകി റേഷൻ വിഹിതങ്ങളെല്ലാം റേഷൻ കടയിൽ എത്താൻ. ഇപ്പോഴും വിഷു കിറ്റ് റേഷൻ കടകളിൽ സ്റ്റോക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. ബാക്കിയുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡിനുള്ള 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും, മണ്ണെണ്ണ ഈ മാസം ഇല്ല. മാർച്ച് മാസത്തെ കിറ്റ് വാങ്ങാത്തവർക്ക് അതും, വിഷു കിറ്റ് ഉള്ള റേഷൻ കടയിൽ നിന്ന് അതും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കും. നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ കിറ്റ് വാങ്ങാത്തവർക്ക് ആ കിറ്റുകളും ലഭിക്കും. പക്ഷേ കിറ്റ് ഏപ്രിൽ മാസത്തെ കിറ്റ്, അതായത് വിഷു കിറ്റ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ആട്ട നൽകുന്നുണ്ട്. ഭക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സംസ്ഥാനത്തിലെ എല്ലാ താലൂക്കുകളിലേക്കും അത് പിന്നീട് വ്യാപിപ്പിക്കുന്നതായിരിക്കും. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ 1 മുതൽ 4 വരെ ആട്ടയും ലഭിക്കുന്നുണ്ട് 17 രൂപ നിരക്കിൽ. പിന്നെ സ്പെഷ്യൽ അരി, മാർച്ച് മാസത്തെ സ്പെഷ്യൽ അരിയും നീല റേഷൻ കാർഡിന് ലഭിക്കും. അതിന് 15 രൂപയാണ് കിലോക്ക് വില വരുന്നത്. അത് ഓരോ റേഷൻ കടയിലെയും ലഭ്യതയ്ക്കനുസരിച്ച്, ഓരോ താലൂക്കിലെയും ലഭ്യതയ്ക്കനുസരിച്ച് അരിയുടെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. എൻ്റെ റേഷൻ കടയിൽ സ്പെഷ്യൽ അരി 7 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയുമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ അരി സ്പെഷ്യൽ അരി മാർച്ച് മാസത്തേത് 15 രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ അരി 15 രൂപ നിരക്കിലും 1 കിലോ ആട്ട 17 രൂപ നിരക്കിലുമാണ് ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓരോ റേഷൻ കാർഡിന് ലഭിക്കുക. ഈ മാസം മണ്ണെണ്ണ ഇല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ വിഹിതങ്ങളെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കേണ്ടത് ബ്രൗൺ റേഷൻ കാർഡിന് ഒഴികെ എല്ലാ ആളുകൾക്കും വിഷു കിറ്റ് ലഭിക്കണം. വിഷു കഴിഞ്ഞിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു കിറ്റ് നമുക്ക് വിതരണം ചെയ്യാൻ പാകത്തിന് റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. വിഷു കിറ്റ് ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ അരിയുടെ വിതരണം തുടങ്ങിയിട്ടില്ല. നീല വെള്ള റേഷൻ കാർഡിനുള്ളത് അത് പിന്നീട് തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി കോവിഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി 2 ലക്ഷം രോഗികൾ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ. നമുക്കറിയാം, CBSE പരീക്ഷകൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. കേരളത്തിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നതിന്റെ സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കലക്ടർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ്. 14 കലക്ടർമാർക്കും അതാത് ജില്ലകളുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. 144 പ്രഖ്യാപിക്കണമെങ്കിൽ 144 പ്രഖ്യാപിക്കാം. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പൊതുചടങ്ങുകളിൽ 200 പേരുകൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞിരുന്നതിൽ നിന്നും കുറച്ചും കൂടി ഘടിപ്പിച്ച് ഇപ്പോൾ 100 വരെ, മാക്സിമം 100 വരെ ആളുകൾക്ക് മാത്രമാണ് പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മാളുകളിൽ പ്രവേശിക്കുന്ന ആളുകൾ കോവിഡ് വാക്സിൻ എടുത്ത ആളുകളോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളോ മാത്രമേ മാളുകളിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കടുത്ത തീരുമാനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാളുകൾ, ഹോട്ടലുകൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ ഇവയെല്ലാം രാത്രി 9 മണിക്ക് തന്നെ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അങ്ങനെ കടുത്ത തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. 45 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കോവിഡ് വാക്സിൻ എടുക്കണം. കോവിഡ് വാക്സിൻ ക്ഷാമം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. 2 ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വാക്സിൻ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. 25 ലക്ഷം വീതം കോവാക്സിനും കോവിഷീൽഡും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കുമോ ഇല്ലയോ എന്നില്ല, ഉറപ്പില്ല. അപ്പോൾ 2 ദിവസം വിതരണം ചെയ്യാനുള്ള വാക്സിൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ 45 വയസ്സ് കഴിഞ്ഞവർ എന്തായാലും വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.